ഇംഗ്ലീഷ് ട്യൂഷന് വൈകുന്നേരം വന്ന കുറേ കുട്ടികൾ അവർ വന്ന ഉടനെ തന്നെ മൂത്രമൊഴിക്കാനായിട്ട് ആ ട്യൂഷൻ ടീച്ചറുടെ വീട്ടിലെ ബാത്റൂമിലേക്ക് പോവുകയാണ്. അതിൽ ആദ്യം കയറിയ ആ കുട്ടി ആ ബാത്റൂമിൽ കണ്ട കാഴ്ചയിൽ ഷോക്കായി നിന്നുപോയി. എന്താണ് ആ കുട്ടി അവിടെ കണ്ട ആ കാഴ്ച? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സൗരഭ് ഗാഡ എന്ന 19കാരൻ താമസിച്ചിരുന്നത്. ഈ സൗരവ് B.Pharm സ്റ്റുഡൻ്റ് ആയിരുന്നു. അച്ഛനും അമ്മയും സഹോദരിമാരും സഹോദരനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സന്തുഷ്ട കുടുംബമാണ് സൗരവിൻ്റേത്. ഇവർ ഇടത്തരം കുടുംബക്കാരാണ്. സഹോദരങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിൽ മുന്നിലാണ്. സൗരവാണെങ്കിൽ B.Pharm പഠിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ അവന് അത്ര നല്ല ഒരു കഴിവുണ്ടായിരുന്നില്ല. പഠിത്തം കഴിഞ്ഞ് വിദേശത്ത് പോയി ജോലി ചെയ്ത് നല്ല കാശ് സമ്പാദിച്ച് ആ കുടുംബത്തിനെ നോക്കണമെന്നത് സൗരവിൻ്റെ ആഗ്രഹമാണ്. പക്ഷെ അതിന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ഭാഷയിലെ ഈ പോരായ്മ അവന് തടസ്സമായിരുന്നു. എങ്ങനെയെങ്കിലും പഠിത്തത്തിനൊപ്പം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റായി സംസാരിക്കാനും പഠിക്കണമെന്ന് സൗരവ് തീരുമാനിച്ചു. ഇതിനായിട്ട് ഇംഗ്ലീഷ് കോച്ചിങ് സെൻറ്റർ തപ്പി ഇങ്ങനെ സൗരവ് നടക്കുകയാണ്. അപ്പോഴാണ് താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരിടത്ത് ആകാംക്ഷ എന്ന ഒരു ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതായിട്ട് സൗരവ് അറിയുന്നത്. സൗരവ് ഉടൻ തന്നെ ആ ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്തെത്തി ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പക്ഷെ ആകാംക്ഷ സ്വന്തം വീടിൻ്റെ മേളത്തെ പോർഷനിലാണ് ഈ ട്യൂഷനൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ തീവ്രമായി ആഗ്രഹിച്ചു പോയ സൗരവിന് കാര്യമായ രീതിയിലൊന്നും ആകാംക്ഷ പഠിപ്പിച്ചില്ല. കൂടുതലും തമാശകൾ പറഞ്ഞും ഒക്കെ ആകാംക്ഷ ഇങ്ങനെ ഇരിക്കും. ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്നത് ഈ സംസാരം മാത്രമായിരുന്നു. സൗരവും ആകാംക്ഷയും തമ്മിൽ പോകെ നല്ല ഒരു ബോണ്ടിങ് ഉണ്ടാവാൻ തുടങ്ങി. അതിന് കാരണവും ഉണ്ട്. സൗരവും ആകാംക്ഷയും തമ്മിൽ പ്രായത്തിൽ ചെറിയ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവർക്കിടയിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്തിനാണ് എന്നും അവിടെ പോകുന്നതെന്ന് പോലും സൗരവ് മറന്നു. ചുരുക്കം പറഞ്ഞാൽ പഠിത്തം പാടെ ഒഴിവാക്കി ടീച്ചറും കുട്ടിയും തമ്മിൽ സംസാരിക്കാനും തമ്മിൽ കാണാനും വേണ്ടി മാത്രം സമയം ചിലവിട്ടു. വീട്ടിൽ വന്ന ശേഷവും സൗരവും ഈ ടീച്ചറും തമ്മിൽ ഫോണിൽ ചാറ്റ് ചെയ്യുക പതിവായിരുന്നു. ഈ ചാറ്റിങ്ങിൻ്റെ രീതി എങ്ങനെ പോയെന്ന് വെച്ചാൽ, ഞാൻ നിൻ്റെ അടുത്ത് ഇപ്പോൾ ഇരുന്നാൽ നീ എന്ത് ചെയ്യും എന്നെ എന്നൊക്കെയായി. ഈ ഒരു ചാറ്റിങ്ങിൽ കാര്യങ്ങൾ ഒതുങ്ങിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അതും കടന്ന് ഇവർ തമ്മിലുള്ള പ്രൈവറ്റ് ഫോട്ടോസ് ഇവരിങ്ങനെ ഫോൺ വഴി ഷെയർ ചെയ്യാൻ തുടങ്ങി. ആകാംക്ഷയ്ക്ക് സൗരവിനെ കൂടാതെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് കുട്ടികൾ വരെ ഈ ആകാംക്ഷയുടെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ വരുമായിരുന്നു. ഇതിൽ മുതിർന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് ഇങ്ങനെ ട്യൂഷൻ എടുക്കുന്ന സമയമൊക്കെ സൗരവ് വന്ന ശേഷം വേറെ ആക്കിയിട്ട് സൗരവിന് മാത്രമായിട്ട് ആകാംക്ഷ സമയം മാറ്റിവെച്ചു. അത് തന്നെ സ്റ്റുഡൻസിനിടയിൽ സംസാരം തുടങ്ങിയിരുന്നു. ഇതിലും ഒരു ട്വിസ്റ്റ് എന്തെന്നാൽ, ഇത്രയും കുട്ടികളെ ട്യൂഷൻ എടുക്കുന്ന ആകാംക്ഷ എന്ന ടീച്ചറിന് വയസ്സ് 16 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സൗരവിന് അറിയാമായിരുന്നിട്ടും അവൻ ഈ മൈനറായ ടീച്ചറിന് പ്രൈവറ്റ് ഫോട്ടോസും ഒക്കെ ഫോണിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. തിരിച്ച് ആകാംക്ഷയും ഇത് തന്നെ ചെയ്തിരുന്നു. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ 16 വയസ്സായ പെൺകുട്ടി എങ്ങനെയാണ് ഇത്രയും കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ ടീച്ചർ ആയതെന്ന്. അതെങ്ങനെയെന്നാൽ, ഈ ആകാംക്ഷയുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല വശമായിരുന്നു. ആകാംക്ഷയുടെ ഫാമിലി ആദ്യം ഫോറിനിലാണ് വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്നത്. ആകാംക്ഷ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അവിടെ തന്നെയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് ഈ കുടുംബം ഇന്ത്യയിലേക്ക് വന്ന് സെറ്റിലായത്. ഇവരുടെ ചില ബന്ധുക്കളും ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്തിരുന്നു. ആകാംക്ഷ നല്ല മുതിർന്നവർക്ക് പോലും ട്യൂഷൻ എടുക്കാൻ വളരെ എക്സ്പേർട്ടായിരുന്നു. 3 വയസ്സ് മാത്രം വ്യത്യാസമുള്ള ഇവർക്കിടയിൽ ഇങ്ങനെ പ്രണയം വളരാൻ തുടങ്ങി. ഇത് 11 മാസം ആരും അറിയാതെ പോയി. പ്രണയം വളർന്നതിനൊപ്പം തന്നെ ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങളും വളരാൻ തുടങ്ങി. വഴക്കുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ വഴക്കുകൾ അധികമായതോടെ സൗരവ് ആകാംക്ഷയുടെ വാട്സപ്പ് നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇതിൽ കലികയറിയ ആകാംക്ഷ സൗരവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. നീ എന്തിനെന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇവർക്കിടയിൽ ഒരു വലിയ തർക്കം തന്നെ നടന്നു. ഇതിനിടയിൽ തന്നെയും ഈ കുട്ടികളൊക്കെ ഇത് വാച്ച് ചെയ്തിരുന്നു നേരത്തെ തന്നെ.
ഒരു ദിവസം ട്യൂഷന് വന്ന കുട്ടികൾ ബാത്റൂമിൽ പോകാൻ അത്യാവശ്യമായതുകൊണ്ട് ഈ കുട്ടികളെല്ലാവരും കൂടെ ബാത്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദ്യം ഒരു കുട്ടി കയറിയപ്പോൾ തന്നെ ആ കുട്ടി ബാത്റൂമിനകത്ത് ഇവർ നിൽക്കുന്നത് കണ്ടു, ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ ഇവർക്കിടയിൽ വളരെ മോശമായിട്ടുള്ള എന്തൊക്കെ നടക്കുന്നുവെന്ന് കുട്ടികൾക്കിടയിൽ പാട്ടായി. ഇരിക്കവെയാണ് ഇവർ തമ്മിൽ ഇപ്പോൾ തെറ്റിയതും. പക്ഷേ ആകാംക്ഷ സൗരവിനെ വിടാൻ തയ്യാറായില്ല. തമ്മിൽ ഇൻസ്റ്റയിലെ മെസ്സേജിൽ വന്ന തർക്കം മറ്റൊരു ദിശയിലേക്കാണ് പിന്നീട് പോയത്. ഞാനൊരു മൈനറാണ്, എനിക്കാണ് നീ അശ്ലീല ഫോട്ടോകളൊക്കെ അയച്ചു തന്നതും നീ എന്നോട് ചാറ്റ് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഞാൻ പോയി നിന്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ നീ ജയിലിലാവുമെന്ന് ആകാംക്ഷ എന്ന ടീച്ചർ മെസ്സേജ് അയക്കുകയാണ് സൗരവിന്. എന്നാൽ ഇതൊന്നും സൗരവ് ഗൗരവത്തിലെടുത്തില്ല. വെറുതെ ഭയപ്പെടുത്താൻ ഇവൾ പറയുന്നതാണ്, ഇവൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഇതിനുള്ള ധൈര്യമൊന്നും ഇവൾക്കില്ല എന്നൊക്കെയാണ് സൗരവ് കരുതുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് ആകാംക്ഷ ഇങ്ങനെ പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ സൗരവ് സീരിയസ് ആയി ഇതൊന്നും എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആകാംക്ഷ, ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കണമെങ്കിൽ നീ എനിക്ക് 3 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരണം എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വിടുകയാണ്. ഈ മെസ്സേജ് വന്നതോടെ ചെറിയൊരു ഭയം സൗരവിന് തോന്നി. ആകാംക്ഷയ്ക്കൊരു സഹോദരനുണ്ട്, ആ സഹോദരന് ഈ സൗരവ് അയച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ മണ്ടൻ ഇത് കണ്ടിട്ടും യാതൊരു മറുപടി പോലും ഈ ഒരു പയ്യന് കൊടുത്തില്ല. അവൻ മിണ്ടാതിരുന്നു. നാളുകൾ പോകെ ആകാംക്ഷ ഈ ബ്ലാക്ക് മെയിലിംഗ് നടത്തിക്കൊണ്ടേയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച സൗരവ് ഇനിയിപ്പോൾ ഇത് ആരുടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒന്നും രക്ഷയില്ല എന്ന് മനസ്സിലാക്കി കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് സ്വന്തം ചേച്ചിയായ പൂജയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഞാനും അവളും സ്വന്തം ഇഷ്ടത്തോടെ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ മാത്രം തെറ്റെന്ന നിലയിലാണ് അവൾ പറയുന്നത്. അവൾ എന്നെ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സൗരവ് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇത് കേട്ട പൂജ സൗരവിനെ സമാധാനപ്പെടുത്തി. ഞാൻ അവളെ വിളിച്ചൊന്ന് സംസാരിക്കാം എന്ന് പൂജ പറയുകയാണ്. അങ്ങനെ പൂജ ആകാംക്ഷയെ ഫോൺ വിളിക്കുന്നു. എന്നാൽ ആകാംക്ഷ പെട്ടെന്ന് തന്നെ ആ ഫോണ് അവളുടെ അമ്മയ്ക്ക് കൈമാറുകയാണ്. ആ സ്ത്രീയും ഇതിൽ ഒന്നും പറയാനില്ല, 3 ലക്ഷം രൂപ തന്നാൽ പ്രശ്നം ഒതുക്കാമെന്ന് പൂജയോട് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഇത് കേട്ട പൂജ ഒന്ന് ഞെട്ടി. കാരണം അമ്മയും മകളും ഫ്രോഡാണെന്ന് പൂജയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. സൗരവിനോട് ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൂടുതൽ പേടിക്കുമെന്ന് കരുതി പൂജ ഇതൊന്നും പറഞ്ഞില്ല. പകരം പ്രശ്നമൊന്നുമില്ല, അവർ നിന്നെ വെറുതെ പേടിപ്പിക്കുന്നതാണ്, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് അവന് ധൈര്യം കൊടുത്തു. എന്നാൽ 2 ദിവസം കഴിഞ്ഞതും ആ അമ്മയും മകളും കൂടി സൗരവിൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലാണെങ്കിൽ സൗരവിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഉണ്ട്. അവിടെ ചെന്ന് അവർ സംസാരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മകൻ എൻ്റെ അടുത്ത് ട്യൂഷന് വന്നിട്ട് അവൻ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നെ ഭീഷണിപ്പെടുത്തി അവൻ എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചു. ഇതൊക്കെ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും പാട്ടാണ്. ഇതെല്ലാം ഞാൻ പോലീസിൽ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് 3 ലക്ഷം രൂപ തരണം. ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ പോലീസിന് കംപ്ലൈൻ്റായിട്ട് കൊടുക്കും. ഇതെല്ലാം കേട്ട സൗരവിൻ്റെ വീട്ടുകാർ ഞെട്ടിപ്പോയി, പ്രത്യേകിച്ച് ആ അച്ഛനമ്മമാർ. പഠിക്കാൻ വിട്ട മകൻ ഇങ്ങനെ ഒരു തെറ്റിൽ പോയല്ലോ എന്ന് ആ അച്ഛനമ്മമാർ ആകെ വിഷമിക്കുകയാണ്. അവർ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി തന്നെ 3 ലക്ഷം രൂപ തരാമെന്ന് ആകാംക്ഷയോടും അമ്മയോടും പറയുന്നു. ഇത് കേട്ട് അവരവിടുന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇടത്തരം കുടുംബമായതുകൊണ്ട് അവർക്ക് ആ 3 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ പെട്ടെന്ന് സാധിച്ചില്ല. ഉടനെ തന്നെ 2 ദിവസം കഴിഞ്ഞതും ആകാംക്ഷയും അമ്മയും കൂടി മഹിളാ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അവിടെ ചെന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു മൈനർ പെൺകുട്ടിയുടെ കംപ്ലൈൻറ്റ് കിട്ടിയാൽ പോലീസ് ചെയ്യുന്നത് എന്താണ്? ആദ്യം തന്നെ ആ ആളെ വിളിച്ചു വരുത്തി സംസാരിക്കും. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. സൗരവിനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു. സൗരവാണെങ്കിൽ ആകെ ഭയപ്പെട്ടു. അവൻ അച്ഛനമ്മമാർക്കൊപ്പമാണ് അവിടെ പോയത്. സൗരവ് അവിടെ അപ്പോഴും നല്ല പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. സൗരവിൻ്റെ അച്ഛൻ നടന്ന കാര്യങ്ങളും തൻ്റെ മകന് പറ്റിയ അബദ്ധമാണെന്നും ഒക്കെ ഓഫീസറോട് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ ആ മാതാപിതാക്കളുടെ മുന്നിലിട്ട് തന്നെ സൗരവിനെ നല്ലോണം ഇവർ മർദ്ദിക്കാൻ തുടങ്ങി പോലീസുകാർ. ഇത് കണ്ട് ഈ മാതാപിതാക്കൾ അവിടെ പൊട്ടിക്കരഞ്ഞെങ്കിലും ആരും അവരുടെ കണ്ണീരൊന്നും വകവച്ചില്ല. അടിച്ചെടുത്ത് സൗരവിനെ ലോക്കപ്പിൽ തള്ളിയ ശേഷം സൗരവിൻ്റെ അച്ഛനോട് ആ ഓഫീസർ വന്ന് പറയുകയാണ്,
ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ഞങ്ങൾ ഇടപെടണമെങ്കിൽ 35,000 രൂപ തന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. മകൻ്റെ അവസ്ഥ കണ്ട് പതറിയ ആ പിതാവ് എവിടുന്നൊക്കെയോ 45,000 രൂപ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ആ പോലീസ് ഓഫീസർക്ക് കൊടുക്കുകയാണ്. അതോടെ ആ ഓഫീസർ സൗരവിനെ വിട്ടയച്ചു. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എന്നും പറഞ്ഞിട്ടാണ് വിട്ടയക്കുന്നത്. വീട്ടിൽ വന്ന സൗരവിനോട് വീട്ടുകാരും വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. എന്നാൽ അവനാണെങ്കിൽ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. താൻ കാരണം തൻ്റെ വീട്ടുകാർക്ക് വന്ന നാണക്കേട് അവന് സഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അന്ന് രാത്രി വീട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. സൗരവ് മിണ്ടാതെ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് ഉറങ്ങാനും പോയി. എന്നാൽ പിറ്റേ ദിവസം നേരം വെളുത്ത് എല്ലാവരും ഉണർന്നെങ്കിലും സൗരവ് മാത്രം ഉണർന്നില്ല. സൗരവ് മുറിവിട്ട് വരാത്തത് കൊണ്ട് പൂജ ചെന്ന് ആ ഒരു മുറിയുടെ വാതിലിൽ തട്ടാൻ തുടങ്ങി. എന്നാൽ അവിടെ നിന്നും യാതൊരു റെസ്പോണ്ടും ഇല്ലാത്തത് കൊണ്ട് ഈ വീട്ടുകാർ ഭയന്ന് ആ വാതിൽ അവസാനം ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ജീവനില്ലാതെ കിടക്കുന്ന സൗരവിനെയാണ്. അവൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു. ഏത് സ്റ്റേഷനിലാണോ അവനെ തല്ലിച്ചതച്ചിട്ടത് ആ സ്റ്റേഷനിൽ തന്നെയാണ് അവസാനം അവൻ്റെ ബോഡിയും കൊണ്ടുവച്ചിരുന്നത്. അച്ഛൻ്റെ മുന്നിൽ മകൻ്റെ മൃതദേഹം കൊണ്ട് കിടത്തിയ ശേഷം മീഡിയക്കാരോട് ആ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലും ഇവിടുത്തെ ഓഫീസർ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് മീഡിയയ്ക്ക് മുന്നിൽ ആ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. ഇത് എല്ലായിടവും സ്പ്രെഡായി. ഇത് പല പ്രശ്നങ്ങൾക്കും മധ്യപ്രദേശിൽ തിരികൊളുത്തുകയാണ്. എന്നാൽ പോലീസ് ആകാംക്ഷയെ അമ്മയൊക്കെ ഇതോടെ അറസ്റ്റ് ചെയ്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല, ഞങ്ങൾ 1 രൂപ പോലും ഇവരോട് ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ ഇതിൽ നിന്നും ഊരാൻ ശ്രമിച്ചു. ഈ കേസിൽ സത്യം പറഞ്ഞാൽ 16 വയസ്സാണ് മാത്രമെങ്കിലും ഈ ഒരു ആകാംക്ഷ എന്ന പെൺകുട്ടി ചെയ്തത് മുതിർന്ന ആൾക്കാർ ചെയ്യുന്നത് പോലത്തെ ഒരു ക്രൈമാണ്. ഈ ഒരു സംഭവത്തിൽ കൂടുതൽ തെറ്റ് ആരുടെ ഭാഗത്തുനിന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.